ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് കട്ട് ചെയ്താല് ഫാങ് ഹീറോയിനെ ഡേറ്റിനൊക്കെ വിളിച്ചിട്ട്, ഷിനി, ഞാൻ നിന്നോട് കുറെ നാളുകളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. അതെന്താന്ന് വെച്ചാല് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. നീ പെണ്ണാണെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനും ഫാങ് വളരെ താങ്ക്സ്, തുറന്നു പറഞ്ഞതിന് വളരെ നന്ദി. പക്ഷെ നിനക്കെല്ലാം അറിയാലോ, എനിക്കറിയാം നിനക്ക് ഗൂയിനാണ് ഇഷ്ടമെന്ന്. എന്നാലും എന്റെ ഫീലിങ്സ് ഞാൻ തുറന്നു പറയണമല്ലോ. നിന്റെ അടുത്ത് നിന്ന് യാതൊരു ഹോപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ ഹാപ്പി ആയിരിക്കണം. നീ ഹാപ്പി ആയാല് ഞാനും ഹാപ്പി എന്ന് പറഞ്ഞിട്ടേ രണ്ടുപേരും സന്തോഷത്തോടെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുവാണ്. നീ നിന്നെ തന്നെ ഒരുപാട് സാഡാക്കി വെക്കണ്ട. നീ തെറ്റ് ചെയ്തെങ്കില് നേരിട്ട് അവനോട് പോയി സോറി പറയും. ഇനി അവൻ മാപ്പ് തന്നില്ലെങ്കില് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയിട്ട് വായെന്ന് അവളെ പറഞ്ഞയക്കുവാണ്. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിച്ചാല് ഹീറോയിന്റെ കൂടെയുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്തോർത്ത് വളരെ സാഡ് ആയിട്ട് അവൻ നടന്നു വരുമായിരിക്കും. ഇവിടെ ഹീറോയിനും അവനെ തന്നെ ആലോചിച്ചാണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഹീറോ, നീ ഒരു പെണ്ണായിരുന്നെങ്കിലെന്ന് ഞാൻ നിറയെ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹം എന്റെ സാധിച്ചു കിട്ടി. പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞതാണ് എനിക്ക് ദേഷ്യം വന്നത് ഹീറോ സാഡായിട്ട് ഓർക്കുവാണ്. നേരെ ഹീറോ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ആ ബ്രേസ്ലെറ്റ് തപ്പുന്നുണ്ട്. ദേഷ്യത്തില് വലിച്ചെറിഞ്ഞതാണെങ്കിലും അവനത് വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇവിടെ ഹീറോയിൻ രണ്ടുപേരും ഹോട്ട്പോട്ട് കടയിൽ വന്ന് ഡ്രിങ്ക് ഒക്കെ ചെയ്ത് ഡേറ്റ് ചെയ്തിരുന്നല്ലോ. അവൻ അവളെ പ്രപ്പോസ് ചെയ്തത് ഇപ്പൊ നീ എന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാകാതെ പോയല്ലോ എന്ന് ദേഷ്യത്തിൽ സംസാരിച്ചത് എല്ലാം ഓർത്ത് കരയുവാണ്. ബ്രേസ്ലെറ്റ് ഹീറോയ്ക്ക് കിട്ടിയില്ല. ശരിക്കും ഞാൻ ആ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെടുത്തിയോ എന്ന് ഹീറോയ്ക്ക് വളരെ സങ്കടാകുന്നുണ്ട്. ആ ബ്രേസ്ലെറ്റ് നമ്മുടെ ഹീറോയിൻ എടുത്ത് വെച്ചിട്ടുണ്ടാകും. ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ഗു. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതേപോലെ വിട്ടുപോകാനും സമ്മതിക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഞാൻ മറക്കാം. നിന്റെ കൂടെ ഉണ്ടാവണം, നിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടേ ഫീൽ ചെയ്യുന്നുണ്ട് അവള് വളരെ സാഡായിട്ട്. നെക്സ്റ്റ് ഡേ സൂവിനെ കോൾ ചെയ്ത് ഒരു ഹെൽപ്പ് വേണമെന്ന് അവള് പറയാണ്. കട്ട് ചെയ്താല് ഒരിടത്ത് ഹീറോ തനിയെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൻ ഹീറോയിനോട് വളരെ ഹാർഷായിട്ട് സംസാരിച്ചല്ലോ. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കൂടി ക്ഷമിക്കില്ലായിരുന്നു. ഇനി അവൾക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യം തോന്നിക്കാണുമോ എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്. ഹീറോ ഇത് എന്തായെന്ന് നോക്കുമ്പോഴേക്കും ദൂരത്ത് നിന്നൊരു ലൈറ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനായിരിക്കും. അവള് വന്നതും ഡേറ്റിന് വേണ്ടി അവൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ വരുന്നുണ്ട്. ഹീറോയിൻ അവനോട് പറയാണ്, എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പെണ്ണാണെന്ന് ആദ്യം തന്നെ നിന്നോട് പറയണമായിരുന്നു. എന്നോട് ക്ഷമിക്ക്. പാർക്കിംഗ് ലോട്ടില് നിന്റെ ബ്രേസ്ലെറ്റ് എനിക്ക് കിട്ടി. ആ പൊട്ടിപ്പോയ ബ്രേസ്ലെറ്റ് പോലെ നമ്മളും ഒരുമിക്കാതെ പോകൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാനത് ശരിയാക്കി. നമ്മുടെ റിലേഷൻഷിപ്പും ഇതുപോലെ എനിക്ക് ശരിയാക്കണം. പുതിയതായി സ്റ്റാർട്ട് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നീ ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. അവള് ബ്രേസ്ലെറ്റ് കൊടുത്തതും അവനും വാങ്ങുന്നുണ്ട്. അതേപോലെ ഈ ലെറ്ററും വാങ്ങിക്കോ. നിനക്ക് എപ്പോ തോന്നുന്നോ അപ്പോ തുറന്നു വായിക്കി. അതിനുശേഷം എനിക്ക് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വെറുത്താലും വേണ്ട എന്ന് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവള് തിരിയുവാണ്. പെട്ടെന്നതാ അവനത് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങി ഉറക്കെ. ഹീറോയിൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അവള് വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉറക്കി വായിക്കാൻ തുടങ്ങിയതും അവൾക്ക് ആകെ നാണക്കേടായി. ഗു, ഇത് ഞാൻ ഫീൽ ചെയ്ത് എഴുതിയതാണ്, എന്റെ മനസ്സാണെന്നൊക്കെ അവൻ വായിക്കാൻ തുടങ്ങിയതും ഗു മതി മതി പ്ലീസ് നിർത്ത് എന്ന് അവള് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോ കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട്, സോറി ഷെനി, ഇത് എന്റെ തെറ്റാണ്. നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, സോറി. ഇത് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഹീറോയിനും വെയിറ്റ് ചെയ്തത്. ഷെനി പ്ലീസ് എന്നോട് നീ ക്ഷമിക്കോ എന്ന് ചോദിച്ചാല് ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വളരെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയെ രണ്ടുപേരുടെയും പിണക്കൊക്കെ മാറി ഒന്നിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോ അവൾക്കൊരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുത്തിട്ട് അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതും, എന്താ നീ ചിരിക്കുന്നേ, ഇതെങ്ങനെ ഉണ്ടാക്കിയത്, വളരെ സ്വീറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കും. നിനക്ക് കോൾഡ് ഡ്രിങ്ക്സ് ഇഷ്ടല്ലേ, അത് ഹെൽത്തിന് നല്ലതാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കി തന്നതെന്ന് ഹീറോ പറയാണ്. പെട്ടെന്ന് ഹീറോയിൻ അവനെ കിസ് ചെയ്തിട്ട് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാല് വളരെ സ്വീറ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ നിനക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെയിലിയും നിനക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് രണ്ടുപേരും ഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ചൂരാനും നമ്മുടെ സൂവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും എന്ത് സന്തോഷത്തിലാണുള്ളത് നോക്ക്. എന്റെ ലവ് എപ്പോഴാണോ പൂക്കാൻ പോകുന്നത് എന്ന് ഒരുമാതിരി സാഡ് ആയിട്ട് ചൂരാൻ പറഞ്ഞതും, ലവ് ഒക്കെ വരും, അതിനെ കുറിച്ച് പേഷ്യന്റ് ആയിട്ടിരിക്കെ. അവളെ നീ നല്ല പോലെ കെയർ ചെയ്യണം. അങ്ങനെ ആ പൂവ് പൂക്കാൻ വെള്ളവും വേണം, സൂര്യപ്രകാശവും വേണം, കൂടെ എനർജിയും വേണം എന്ന് പറഞ്ഞിട്ട് അവള് പോയതും, ഹേയ് നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചിട്ട് ചൂരാനും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അവരും ഒരു വിധത്തിൽ സെറ്റ് ആയെന്നാ തോന്നുന്നത്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയുടെ ചേട്ടനെ കാണിച്ചാല് അവര് ഹോസ്പിറ്റലാണ് ഉള്ളത്. മുത്തശ്ശന് അസുഖം കൂടി. ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കാൻ പോകുന്നെന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോ ഹീറോ അവിടേക്ക് ഓടി വരുന്നുണ്ട്. മുത്തശ്ശന്റെ വേലക്കാരി പെണ്ണിനെ ഇതെല്ലാം അറിയാമായിരുന്നല്ലോ. സോറി സാർ, അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. പക്ഷെ മുത്തശ്ശന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്കത് പറയാൻ പറ്റിയില്ല എന്ന് അവർ മാപ്പ് പറയാണ്. അപ്പൊ ചേട്ടൻ എഴുന്നേറ്റ് വന്ന്, നല്ലൊരു ഡോക്ടറെയാണ് ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും സംഭവിക്കില്ല, പേടിക്കാതിരിക്കെ. എനിക്ക് ഇപ്പോ ഓഫീസിൽ ചില വർക്കുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് വന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കുവാണ്. മുത്തശ്ശന് തീരെ വയ്യെന്ന് പറഞ്ഞ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവൻ. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞാല് ഇവന്റെ ആളുകള് അതെ അതെ ഷെന്നിനെ തന്നെ ചെയർമാൻ ആക്കണമെന്ന് പറയാണ്. അപ്പൊ മറ്റുള്ളവര് അതെങ്ങനെ ശരിയാകും? ചെയർമാൻ അസുഖം വന്ന് ഹോസ്പിറ്റലായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ തീരുമാനിക്കുന്നത് ശരിയാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞാല് എന്റെ മുത്തശ്ശന് തീരെ വയ്യ. അവര് തിരികെ വരുന്നത് തീരെ കഷ്ടമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്റെ മുത്തശ്ശന് ഗോവിനെ ചെയർമാൻ ആക്കണമെന്നാണ് ആഗ്രഹം. അവരില്ലാത്ത ടൈമിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല് അഥവാ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ചെയ്താലോ എന്നല്ലേ പേടിക്കുന്നത്? എന്റെ അനിയന് റേസിംഗിലാണ് ഇൻട്രസ്റ്റ്. അത് മാത്രമല്ല അവന് നമ്മുടെ എതിർ ടീമിന്റെ കൂടെയാണ് ഉള്ളത്. ഇനി അവൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഞാനാണെങ്കില് ഈ കമ്പനിക്ക് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ചേട്ടൻ സ്പീച്ചുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഹീറോയിൻ ഇവിടെ ഹീറോയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോ വന്നതും മുത്തശ്ശന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് അവര് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. ഇനിയും കോമയിൽ നിന്ന് ഉണർന്നിട്ടില്ല. ഈ ന്യൂസ് കമ്പനിയിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞു. സോ നാളെ തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് ഒരു ചെയർമാനെ സെലക്ട് ചെയ്യാൻ പോകുവാണ് അവര്. മുത്തശ്ശന് വേണ്ടി ഞാൻ അവിടെ പോയേ പറ്റൂ എന്ന് ഹീറോ വളരെ സാഡായിട്ട് പറയുമായിരിക്കും. പ്രസ് കോൺഫറൻസ് നീ നോക്കിക്കോളുമല്ലോ? തീർച്ചയായിട്ടും അത് ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. വളരെ താങ്ക്സ് എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കൂ ഷെനി, റേസിന് മുമ്പ് ഞാൻ വന്നില്ലെങ്കിലോ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യരുത്. നീ റേസ് ചെയ്ത് വിൻ ചെയ്തിരിക്കണം. നീ വിൻ ചെയ്താല് ഞാൻ വിൻ ചെയ്ത പോലെയാണ്. ഞാൻ ഇല്ലെന്ന് കരുതി നീ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നീ നിന്റെ ഡ്രീംസ് വിട്ട് കളയരുത്. പിന്നെ അതിനെക്കുറിച്ചോർത്ത് റിഗ്രറ്റ് ചെയ്യാനുള്ള അവസരവും വരുത്തി വെക്കരുത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഹീറോ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ പ്രസ് കോൺഫറൻസിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ മാത്രമായതുകൊണ്ട് അവളോടാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആണിന്റെ വേഷത്തിൽ വന്നത് ഹൈപ്പിന് വേണ്ടി മാത്രമാണോ? ഒരു ഫീമെയിൽ റേസറായി വന്നാല് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ കഴിയുമായിരുന്നോ? നിങ്ങൾക്കും ഗൂവിനും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെന്ന് മറിച്ചും തിരിച്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങുവാണ്. ഇത് കേട്ട ഹീറോയിനും ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഹൈപ്പിന് വേണ്ടിയല്ല ഈ ടീമിൽ വന്ന് ജോയിൻ ചെയ്തത്. റേസിംഗ് എന്റെ ഡ്രീമാണ്. അത് എന്റെ കഴിവ് കൊണ്ട് മാത്രമേ ഞാൻ ജയിച്ചു കാണിക്കൂ. പിന്നെ പെണ്ണിനെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി ഞാൻ നാളെ റേസിംഗ് ട്രാക്കിൽ കാണിച്ചു തരാം. പെണ്ണിനെ കൊണ്ട് മാത്രമല്ല ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. കഴിവും വിശ്വാസവും ഉണ്ടായാൽ മാത്രം മതി. അതാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പറയുവാണ്. ഇതിൽ എല്ലാവരും ഇംപ്രസ് ആകുന്നുണ്ട്. എല്ലാവരും അവൾക്ക് വേണ്ടി ചീറ് ചെയ്യുവാണ്. അപ്പോൾ ഹീറോയിൻ സ്ലോ മോഷനിൽ നടന്ന് പുറത്തേക്ക് പോകും. അതേസമയം ഇവിടെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് ചേട്ടനെ അടുത്ത ചെയർമാൻ ആകാനുള്ള വഴികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാ തോന്നുന്നേ. എന്റെ വോട്ട് ഷെന്നിനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൈ പൊക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഹീറോ അവിടേക്ക് എൻട്രി കൊടുക്കുവാണ്. വാ മോനെ വാ, എന്റെ ഈ വലിയ മൊമെന്റില് നീയും വേണമെന്ന് പറഞ്ഞ് വിളിച്ചതും ആരും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോ പുറകില് മുത്തശ്ശൻ വരുന്നുണ്ട്. എല്ലാവരും അവരെ കണ്ട് വളരെ ഷോക്കാകുവാണ്. മുത്തശ്ശൻ വന്നതും പുറത്തേക്ക് എല്ലാവരെയും പറഞ്ഞയക്കും. എനിക്ക് മുത്തശ്ശനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ ഹീറോയെയും പറഞ്ഞയക്കുന്നുണ്ട്. ശരി, ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നീ പറയെന്ന് മുത്തശ്ശൻ പറയുവാണ്. ചെറിയ വയസ്സ് മുതൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾ പറയുന്ന പോലെ തന്നെയല്ലേ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വാക്ക് മറികടന്ന് എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് മുതൽ എത്ര ഹാർഡ് വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾക്ക് മാത്രം ഒഴികെ. ഗൂച്ചാൻ അവന് ഇഷ്ടമുള്ള പോലെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവന്റെ സർനെയിം ഗൂ ആയതുകൊണ്ട്. എനിക്ക് ആ സർനെയിം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും എത്ര കഴിവ് എനിക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയി. മുത്തശ്ശ, നിങ്ങൾക്കറിയാം എന്റെ സർനെയിം ഗു എന്നാണെന്ന്. ഞാനാണ് നിങ്ങളുടെ ആദ്യത്തെ കൊച്ചുമകനെന്ന്. ഇതെല്ലാം സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന മുത്തശ്ശൻ, നീ ഇന്ന് ചെയ്തതിൽ നിന്നും പറഞ്ഞതിൽ നിന്നും അറിയാം ആ സർനെയിം നിന്റെ പേരിന്റെ കൂടെ വെക്കാൻ നീ ഡിസർവ് അല്ല എന്ന്. ഷെൻ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വർഷവും പേടിച്ചുകൊണ്ടിരുന്നത് എന്നറിയാമോ? എല്ലാം നിന്റെ ഈ പേഴ്സണാലിറ്റി കൊണ്ടാണ്. നീ എല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കണമെന്ന് വളരെ അലയായിരുന്നു, ഭ്രാന്ത് പോലെ. എന്റെ മൊത്തത്തിലുള്ള ബിസിനസ് നിനക്ക് തന്നാല് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് അത് മൊത്തത്തിൽ നീ നശിപ്പിക്കാനാ പോകുന്നത്. നീ തെറ്റായി ചെയ്യാൻ പോയ എത്രയോ കാര്യങ്ങൾ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ നീ മാറാതെ അങ്ങനെ തന്നെയാണുള്ളത്. നീ എന്നെ വളരെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞതും, ശരി മുത്തശ്ശ, ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനിയും എന്നെ വെച്ചിരിക്കുന്നേ? എന്നെ പറഞ്ഞു വിട്ടൂടെ? ഇനിയും ഞാൻ ഇവിടെ നിന്നാല് ശരിയാവില്ല. ശരി, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടേ അവൻ പോകാൻ തുടങ്ങിയതും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വരുവാണ്. ഇതാണ് ശരി.
നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ നിന്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതില് നീ നിന്റെ സത്യവും കഴിവും എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോകുവാണ് മുത്തശ്ശൻ. ഇതൊരിക്കലും ഇവൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. ഒരു കൊച്ചുമകനായി സ്വീകരിക്കാതെ ഒന്നും ഇനി തരില്ല എന്നാണ് അവൻ വിചാരിച്ചു വെച്ചോണ്ടിരുന്നത്. അതാണ് അവനെ ഇങ്ങനെ വില്ലനാക്കി വെച്ചതും. പക്ഷെ മുത്തശ്ശൻ അവരുടെ സ്നേഹം ഇങ്ങനെ കാണിച്ചിട്ട് പോയതും ചേട്ടനെ കുറച്ചൊക്കെ നന്മ ഉള്ളിൽ വന്നെന്നാ തോന്നുന്നേ. കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോയും മുത്തശ്ശനും ഇരുന്ന് സംസാരിക്കായിരിക്കും. മുത്തശ്ശൻ എല്ലാം അഭിനയിച്ചതായിരുന്നു, അല്ലാതെ യാതൊരു ഹെൽത്ത് കണ്ടീഷനും മുത്തശ്ശൻ ഇപ്പോ ഇല്ല. നിന്റെ ചേട്ടന് സ്വത്തില് വളരെ ആക്രാന്തം വന്നുപോയി. ഇങ്ങനെ പോയാല് ഇവൻ എവിടം വരെ പോകുമെന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ഞാനെങ്ങാനും എന്റെ കമ്പനി മൊത്തവും അവന്റെ പേരിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്റെ തലമുറയുടെ സ്വത്ത് വരെ അവൻ നശിപ്പിച്ചിട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതും. ഇത് നോക്കു മോനിക്കു, ഇത്തവണ എന്റെ അസുഖം അഭിനയായിരിക്കാം, പക്ഷെ എനിക്കും വയസ്സായിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ വലിയ കമ്പനി എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ വേണം തിരികെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഉടനെ വേണമെന്ന് ഞാൻ പറയില്ല. നല്ല പോലെ ചിന്തിച്ച് ടൈം എടുത്ത് എന്നോട് പറഞ്ഞാൽ മതി. ഹീറോയും അങ്ങനെ തന്നെ മുത്തശ്ശനെ നോക്കുന്നുണ്ട്. ശരി, മനസ്സിലായി. റേസിംഗ് ആണ് നിനക്ക് ഇമ്പോർട്ടന്റ്. അതിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് മുത്തശ്ശൻ പറയും. വേലക്കാരി പെണ്ണപ്പോ മുത്തശ്ശന് കഴിക്കാനുള്ള മരുന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട ഹീറോ, അപ്പം മുത്തശ്ശ, നിങ്ങളുടെ അസുഖം ഫേക്ക് അല്ലായിരുന്നു അല്ലേ? സത്യമാണോ കള്ളോ ആണോ ഒന്നും നോക്കണ്ട. നാളെ നിനക്ക് റേസ് ഉള്ളതല്ലേ, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. എന്നിട്ട് നല്ല മോനായിട്ട് ജയിച്ചിട്ട് വാ എന്ന് പറയും. ഓക്കെ മുത്തശ്ശ, എനിക്ക് കുറച്ച് സമയം താ. നിങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവനും പോകും. അവൻ പോകുമ്പോ മുത്തശ്ശനും ഒരു ഗുഡ് ലക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിച്ചാല് ആ ജാങ് ഉണ്ടല്ലോ, അവൻ ആളുകളെ വെച്ച് നമ്മുടെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുവാണ്. ആ ഫോട്ടോ ഹീറോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ലൊക്കേഷനിലേക്ക് നീ തനിയെ പാടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. ഹീറോയും പോകുന്നുണ്ട്. അതൊരു ഗുഡോൺ പോലുള്ള ഒരു പ്ലേസ് ആയിരിക്കും. ഹീറോയിനെ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അവളെ കണ്ടതും ഹീറോ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോ എന്റെ അടുത്തേക്ക് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് അവള് കരയുന്നുണ്ട്. പക്ഷെ ഹീറോ അവളുടെ അടുത്തെത്തുമ്പോഴേക്കും ആരും അവന്റെ തലക്കിട്ടടിക്കുന്നുണ്ട്. അവനെ എല്ലാവരും ചേർന്ന് അടിച്ചടിച്ച് നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീറോ അപ്പോ ജാങ്ങിനോട്, നിന്റെ കാല് ഞാൻ കാരണമല്ലേ ഒടിഞ്ഞത്, എന്നോട് ക്ഷമിക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് ഹീറോ അവനോട് മാപ്പ് പറയാണ്. അത് ശരി, സോറി വാക്കാലെ പറഞ്ഞാല് എങ്ങനെ ശരിയാകുമെന്ന് ജാങ് പറഞ്ഞതും, ഇത് നമുക്ക് രണ്ടുപേർക്കിടയിലുള്ളതല്ലേ, ഈ പ്രശ്നത്തിൽ നിന്ന് ശനിയെ വെറുതെ വിട്, മറ്റുള്ളവർ ഇതിൽ വേണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ് അവളെ വെറുതെ വിടുന്ന അവൻ പറയാണ്. ഓഹോ, എന്താടാ നീ ഹീറോ കളിക്കാൻ നോക്കുവാണോ? ഇവളെ വെറുതെ വിടാനോ? ശരി, ഓക്കെ വിടാം. പക്ഷെ നീ മുട്ടുകുത്തി നിന്ന് എന്നോട് കെഞ്ചി മാപ്പ് പറയണം, എന്നാൽ മാത്രം അവളെ വെറുതെ വിടാമെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് ഹീറോയിന്റെ കഴുത്തിൽ കത്തി വെച്ച് പേടിപ്പിച്ചതും കാലൊടിച്ചിട്ടത് കൊണ്ട് നല്ലപോലെ അവന് വേദനിക്കുന്നുണ്ട്. എന്നാലും പറ്റാതെ മുട്ടുകുത്തി നിന്നിട്ട് ഹീറോ മാപ്പ് പറയാണ്. ഇത് കേട്ട് ജാഗും, ഇതോടെ എല്ലാം അവസാനിച്ചു എന്നാണോ കരുതിയിരിക്കുന്നേ? നീ ഒരു മാപ്പ് പറഞ്ഞാൽ എല്ലാം അവസാനമായോ? ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചടിക്കുവാണ്. ഇത് കണ്ടതും ഹീറോയ്ക്ക് ദേഷ്യം വരും. എന്തിനാടാ നീ ഇങ്ങനെ കടന്ന് കാറുന്നേന്ന് അവന്റെ അടുത്ത് വന്ന് ചോദിച്ചതും ഹീറോയ്ക്ക് കലിയായിട്ട് അവനെ പിടിച്ചടിക്കുവാണ്. പക്ഷെ ഹീറോയുടെ കാല് അടിച്ചടിച്ച് ഒടിച്ച്, നീ ഇനി റേസിംഗില് പങ്കെടുക്കാനേ പാടില്ലട എന്ന് പറഞ്ഞ് അവന്റെ തലയിലടിച്ച് അവനെ ബോധം കെടുത്തുവാണ്. അപ്പോ അതാ പെട്ടെന്ന് പോലീസ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫാങ്ങിന് ഹീറോ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടായിരിക്കും വന്നിരുന്നത്. അവൻ പോലീസുമായിട്ട് കറക്റ്റ് സമയത്ത് എത്തി എല്ലാവരെയും പിടിക്കുന്നുണ്ട്. ഫാങ് ഓടി വന്ന് ഹീറോയിനെ രക്ഷിക്കും. ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. നെക്സ്റ്റ് ഡേ റേസിംഗിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ മാത്രമാണ് റേസിംഗിലുള്ളത്. അവൾക്ക് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട്. ജയിച്ചേ പറ്റുമെന്നുള്ള വാശിയും. ആ ഒരൊറ്റ വാശി കൊണ്ട് അവൾ അങ്ങനെ സ്പീഡിൽ വിട്ടുകൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡില് എല്ലാവരെക്കാളും മുമ്പിലെത്തി ഫസ്റ്റ് എത്തി വിൻ ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനായിരിക്കും. വിന്നായതില് അവാർഡ് പോലും വാങ്ങിക്കാൻ നിൽക്കാതെ അവൾ ഓടി നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവന്റെ കൈ പിടിച്ച് അവള് കരയാൻ തുടങ്ങി. എന്താ അവാർഡ് പോലും വാങ്ങിക്കാതെ നീ വന്നതെന്ന് ചോദിച്ചാല് അവള് പിന്നെയും കൂടുതൽ കരയാൻ തുടങ്ങി. ശരി ശരി, കരയാതെ. കൺഗ്രാറ്റുലേഷൻ ചാമ്പ്യൻ ഷെനി എന്ന് ഹീറോ പറഞ്ഞതും നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നാണ് അവള് തിരികെ ചോദിക്കുന്നത്. ആയിരുന്നു നിന്നെ കാണുന്നതിന് മുമ്പ് വരെ, ഇപ്പൊ എനിക്ക് വേദനിക്കുന്നേ ഇല്ല. ഗുച്ചാൻ, നമ്മൾ ജയിച്ചു. അതെ, നീ ജയിച്ചു. നീ ചാമ്പ്യൻ ആയി കഴിഞ്ഞു. നീ ചാമ്പ്യൻ ആയാല് ഞാൻ ചാമ്പ്യനായ പോലെയല്ലേ എന്ന് പറഞ്ഞ് ഈ നല്ല ദിവസത്തില് നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിൻ അവളുടെ ചേട്ടനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും അവൻ കോമയിലാണ് ഉള്ളത്. ചേട്ടാ, റേസിംഗില് ഞാൻ ജയിച്ചു. നമ്മുടെ സ്വപ്നം ഞാൻ സാധിച്ചെടുത്തു. അടുത്ത് വന്ന് ചേട്ടന്റെ കൈ പിടിച്ചിട്ട് അവള് പറയാണ്, ആ ടീമില് എനിക്ക് നിറയെ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും വളരെ നല്ലവരാണ്. എല്ലാവരും വളരെ നന്നായിട്ട് എന്നോട് പെരുമാറുന്നത്. പിന്നെ ഞാൻ എന്റെ മിസ്റ്റർ റൈറ്റിനെയും കണ്ടുമുട്ടി. ഞാൻ വളരെ ലക്കിയല്ലേ. അവന്റെ പേര് ഗൂച്ചാൻ. നമ്മൾ 3 പേരും ചേർന്ന് ട്രാക്കിൽ പോയാൽ എത്ര നന്നായിരിക്കും. ഞാൻ നിങ്ങളെ വളരെ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടാ. വേഗം തന്നെ ഭേദമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വാ. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവള് പോകും. ഇപ്പോ
ഹീറോയിനും ബീച്ചിൽ വന്നിരിക്കുമായിരിക്കും. ഞാൻ നിന്നെ പെണ്ണാണെന്ന് മുൻപേ കണ്ടുപിടിക്കണമായിരുന്നു. ചെറിയ ചെറിയ കാല്, ചെറിയ ചെറിയ കൈ, എങ്ങനെയാ ഞാൻ ഇതൊക്കെ കാണാതെ വിട്ടുപോയത്? അപ്പോ രണ്ട് പെൺകുട്ടികൾ ഇവരെ നോക്കി ചിരിച്ചിട്ടേ, എടി നോക്കടി നോക്ക്, ആണോ ആണോ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോകുവാണ്. ഹീറോ ഇത് കേട്ട്, എന്താ നോക്കുന്നേ, വാ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഹേയ് ഗു, ഞാൻ മുടി നീട്ടി വളർത്തിയാലോ? കാണുന്നവരൊക്കെ തെറ്റായിട്ടാ കാണുന്നത്. ഞാൻ എന്റെ മുടി നീട്ടി വളർത്തണോ എന്ന് ചോദിച്ചാല് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്തിനാ നീ നോക്കുന്നത്? നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അതേ ബീച്ചില് ഹീറോയിനും വളരെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഓടി നടന്ന് കിസ്സൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് അവര് ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്തോ നിനക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്, അതെ അതെ, പക്ഷെ മീറ്റിങ്ങിന് മുത്തശ്ശൻ പോയിക്കോളൂ എന്ന് ഹീറോ പറയാണ്. മുത്തശ്ശന് വയസ്സായില്ലേ, നീ വേണ്ടേ അവരെ ഇനി നോക്കാൻ? അതെ ശരിയാണ്, കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്റെ ലവറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതില് വർക്ക് എനിക്ക് ഇമ്പോർട്ടന്റേ അല്ല. അപ്പൊ മുത്തശ്ശൻ നിന്നെ വഴക്ക് പറയില്ലേന്ന് അവള് ചോദിക്കും. എന്റെ അസിസ്റ്റന്റ് ആകാമെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. സോ ജോലിയെല്ലാം അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുത്തശ്ശനോട് നിനക്ക് ഒരു ദയ പോലും തോന്നുന്നില്ലേ എന്ന് അവൾ ചിരിക്കാൻ തുടങ്ങി. ശരി, ഈ ദയയില്ലാത്ത സ്നേഹമില്ലാത്ത കൊച്ചുമകന്റെ വൈഫാകാനായിട്ട് നീ റെഡിയാണോ എന്ന് ചോദിച്ചാല് ഞാൻ എപ്പോഴാ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതെന്ന് ഹീറോയിൻ കളിയാക്കി ചോദിക്കുവാണ്. അപ്പൊ ഹീറോ പതിയെ മുട്ടുകുത്തിയിട്ട് റിങ് നീട്ടി അവളോട് ചോദിക്കുവാണ്, എന്നെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ ഷെനിയെന്ന്. ഇത് ചോദിച്ചതും ഹീറോയിന് കരച്ചിലേ വരുന്നുണ്ട്. അവൾ അവനെ നോക്കി ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കട്ട് ചെയ്താല് റേസിംഗ് ട്രാക്കില്, കുയിച്ചാൻ നീ എന്നെ ക്യാച്ച് ചെയ്താല് നിന്നെ ഞാൻ എന്തായാലും കല്യാണം കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടേ വളരെ വേഗത്തില് രണ്ടുപേരും റേസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതോടെയാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള ഒരു അടിപൊളി ഡ്രാമ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.